രോഗിയായി വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ജനാപത്തുകാരനായാൽ രോഗം മൂർജിക്കുമെന്ന് ഭയന്ന് തല കഴുകാതെ പൂർണ്ണ കുളി ഒഴിവാക്കാമോ? ജനാപത്തായത് സ്വപ്നസ്ഖലനമോ ഇണയുമായുള്ള ബന്ധമോ വ്യത്യസ്ത അവസ്ഥകൾ ആവാമല്ലോ. ഈ സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം. ഇതുപോലെയുള്ളൊരു സംഭവം റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുണ്ടായി. യാത്രക്കിടയിൽ ഒരു സഹാബി, അദ്ദേഹം ജനാപത്തുകാരനായി. അദ്ദേഹം കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായും കുളിക്കണം. അങ്ങനെ രോഗിയാണ് അദ്ദേഹം, പരിക്ക് പറ്റി രോഗം വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുളിച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊന്നുവല്ലേ എന്നാണ്. എന്നിട്ടാണ് നബി പറഞ്ഞത്, ഷിഫാഉൽ ഗയ്യി സുആലുൻ, അഥവാ അറിവില്ലായ്മക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കലാണ്. ഇപ്പോൾ രോഗിയായി കിടക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുളിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസമുണ്ടാകും, അതല്ലെങ്കിൽ മരണമുണ്ടാകാം, അതല്ലെങ്കിൽ രോഗശമനത്തിനുള്ള സമയം വൈകുമെന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അവിടെ രണ്ട് രൂപത്തിൽ ഫുഖഹാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, ശരീരം മൊത്തം കഴുകാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ കഴുകുക, അത് കഴിഞ്ഞ് കഴുകാൻ കഴിയാത്ത ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്യുന്ന രീതി ഒന്ന്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മൊത്തത്തിൽ കഴുകേണ്ട ആവശ്യമില്ല, കുളിക്കേണ്ട ആവശ്യമില്ല, തയമ്മം ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്ന രീതിയുമാണ് ഉള്ളത്. ഇതിൽ രണ്ടിലേതും സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.